സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അധ്യാപികയുടെ വിദ്വേഷ സന്ദേശം. ഓണാഘോഷത്തിന് മുസ്ലിം മതത്തിൽപ്പെട്ട കുട്ടികൾ പങ്കെടുക്കരുത് എന്നാണ് അധ്യാപികയുടെ സന്ദേശം. തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം. ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും അതിന് മറ്റു കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നും രക്ഷിതാക്കൾക്ക് ടീച്ചർ അയച്ച സന്ദേശം പുറത്തുവന്നു. ആദ്യം അത് കേൾക്കാം. ഇനി വരുന്നൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത്. ഇസ്ലാം മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇങ്ങനെയൊക്കെയുള്ള അധ്യാപകരൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ എന്ന് തോന്നിപ്പിക്കുന്നു ആ ഓഡിയോ സന്ദേശം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂരജ്? ടി.കെ, സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഈ വിദ്വേഷ പരാമർശം അധ്യാപിക പങ്കുവെക്കുന്നത്. സ്കൂളിൽ നാളെ ഈ ഓണാഘോഷ പരിപാടികൾ നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ വിദ്വേഷം തുളമ്പുന്ന ഒരു ശബ്ദ സന്ദേശം അധ്യാപിക ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കുന്നത്. ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും അതിന് മറ്റു കുട്ടികൾ പങ്കെടുക്കരുതെന്നുള്ളതായിരുന്നു ഈ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്. ടീച്ചർ വ്യക്തിപരമായ അഭിപ്രായമാണ് അറിയിച്ചത്, സ്കൂളിന്റെ നിലപാടല്ല എന്ന് പ്രിൻസിപ്പലും വിശദീകരിക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സംഭവത്തെ, ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സ്കൂളിലെ അധ്യാപികക്കെതിരെ ഉയരുന്നത്. ടി.കെ. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.